മകര സംക്രമ സന്ധ്യയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് പുറപ്പെടും. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, വലിയ ആഘോഷപൂർവ്വമാണ് ഈ ഘോഷയാത്ര. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായിട്ട് വിശദാംശങ്ങൾ പറയും. ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഭക്തിസാന്ദ്രമായ കാഴ്ചകളാണ് പന്തളം, കൊട്ടാരം പരിസരം, അതോടൊപ്പം തന്നെ ക്ഷേത്ര പരിസരത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുറന്നു വെച്ചിരിക്കുന്ന തിരുവാഭരണ പേടകങ്ങൾ ദർശിക്കുന്നതിനും ക്ഷേത്ര ദർശനത്തിനുമായി എത്തിയ ഭക്തരുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് മണിക്കൂറുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ദർശനം കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് തിരുവാഭരണ പേടകങ്ങൾ ധർമ്മശാസ്ത്ര ക്ഷേത്ര ശ്രീകോവിലിന് മുൻപിലേക്ക് എത്തിക്കുകയും തുറന്നു വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. 12:30 വരെ അത് ദർശിക്കുന്നതിനുള്ള സമയമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമല തീർത്ഥാടനത്തിന് പുറപ്പെട്ട നിരവധി ഭക്തർ പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി തിരുവാഭരണ പേടകങ്ങൾ ദർശിച്ച് കൂടിയാണ് പിന്നീട് ശബരിമലയിലേക്ക് പോകുന്നത്. 12:30 കൂടി തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പൂജകൾക്ക് തുടക്കം കുറിക്കും. ശേഷം 12:55 കൂടിയാണ് പൂജിച്ച തിരുവാഭരണ പേടകങ്ങൾ കൊട്ടാരം പ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ തിരുവാഭരണ പേടക വാഹക സംഘത്തിന് കൈമാറുക. കുളത്തിനാൽ ഗംഗാധരൻ പിള്ള അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്നത്. ആദ്യ സ്വീകരണം മണികണ്ഠൻ ആൽത്തറയിലാണ്. പിന്നീട് കൈപ്പുഴ ക്ഷേത്രത്തിലും പിന്നീട് കിടങ്ങന്നൂർ, ആറന്മുള മേഖലകളൊക്കെ തന്നെ പിന്നിട്ട് തിരുവാഭരണ ഘോഷയാത്ര അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലാണ് വൈകുന്നേരം വിശ്രമിക്കുക. നാളെ പുലർച്ചെ 2 മണിക്ക് അവിടെ നിന്ന് ആരംഭിക്കുന്ന യാത്ര വടശ്ശേരിക്കര പിന്നിട്ട് ലാഹ സത്രത്തിൽ രാത്രി 8:30 കൂടി വന്നു ചേരും. തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്ക് അവിടെ നിന്ന് ആരംഭിക്കുന്ന യാത്ര നിലയ്ക്കൽ, വലിയാനവട്ടം, ചെറിയാനവട്ടം മേഖലകൾ പിന്നിട്ട് വൈകുന്നേരം 6 മണിയോടടുത്താണ് സന്നിധാനത്ത് എത്തിച്ചേരുക. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. വലിയ തോതിലുള്ള തിരക്ക് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്തുണ്ട്. അത് നിയന്ത്രിക്കുന്നതിനായി പോലീസിന്റെ വിപുലമായ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ തിരുവാഭരണ ഘോഷയാത്ര കാണാൻ ഒരുപാട് ആളുകൾ ഇപ്പോൾ അവിടെ ഉണ്ട് അല്ലേ അഭിലാൽ? അതേപോലെ തന്നെ ഈ തിരുവാഭരണം കണ്ട് തൊഴാനും ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അല്ലേ? അതെ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ഉള്ളത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. ഏറെക്കുറെ 200 മീറ്റർ കൂടി പിന്നിട്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾക്ക് ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. MC റോഡിലേക്ക് അടുത്ത് വരെ നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് ഉള്ളത്. മലയാളികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരായി മറ്റ് അനേകം ശരി അഭിലാൽ, എന്തായാലും അയ്യപ്പ തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുമെന്നാണ് വിവരം. CK അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.